വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഞാനും ഏട്ടനും ഞങ്ങളുടെ 4ാം വിവാഹ വാർഷികം ആഘോഷിച്ചതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ആണിത് കേട്ടോ. എല്ലാ വട്ടവും വേണ്ടി ഞാൻ ഉസറിക്ക് ഏട്ടൻ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി തരാറുണ്ട്. സർപ്രൈസ് ഒന്നുമല്ല, ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ പ്ലാൻ ചെയ്യും, നമുക്കത് വാങ്ങിയാലോ ഇത് വാങ്ങിയാലോ എന്നൊക്കെ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു തീരുമാനത്തിലെത്തും. അപ്പൊ എല്ലാ വട്ടവും ഏട്ടന് ഞാൻ എന്തെങ്കിലും വാച്ചോ ഷൂസോ ഡ്രസ്സോ ഒക്കെയാണ് എടുത്തു കൊടുക്കാറുള്ളത്. ഈ വട്ടം പക്ഷെ ഞാൻ സർപ്രൈസ് ഒന്നും ഒരുക്കിയില്ല. ഏട്ടനെ കൊണ്ട് കടയിൽ പോയി ഏട്ടന് ഇഷ്ടമുള്ള വാങ്ങട്ടെ എന്ന് കരുതി. അതുപോലെ തന്നെ ഏട്ടൻ എനിക്ക് പ്ലാൻ ചെയ്തത് ഒരു റിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് മോതിരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞങ്ങളുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. 1ാമത്തെ തൊട്ട് ഏട്ടൻ എനിക്ക് ഏതെങ്കിലും ഒരു റിംഗ് എവിടെന്നെങ്കിലും ഒരു ഗോൾഡ് കടയിൽ നിന്ന് മേടിച്ചു തരാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ വട്ടം ഞങ്ങൾ എത്തിയിട്ടുള്ളത് ചിന്നൂസിലാണ്. കഴിഞ്ഞ വർഷം ചിന്നൂസിൽ നിന്ന് ഏട്ടൻ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ചു തന്നെയാണ് ഈ ഒരു അറബിക് റിംഗ് എന്ന് പറയുന്നത്. അന്ന് തൊട്ട് ഇതെന്റെ കയ്യിലുണ്ട് കേട്ടോ. ഇനി ഈ കൊല്ലം നമുക്കിത് മാറ്റി പുതിയ ആളെ കയറ്റിയാലോ? അവിടെ ചെന്നപ്പം അറബിക് റിംഗ് തന്നെ ആയിരുന്നു എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ നവരത്ന മോതിരം എടുക്കാമെന്നായിരുന്നു. പക്ഷേ ആ ചേട്ടൻ ഞങ്ങൾക്ക് ഡയമണ്ട് സജസ്റ്റ് ചെയ്ത്. എങ്കിൽ പിന്നെ ഞാൻ കരുതി എൻ്റെ കയ്യിൽ ഡയമണ്ട് റിംഗും അല്ലെങ്കിൽ ഡയമണ്ട് വേറെ ഓർണമെന്റ്സ് ഒന്നും ഇല്ല, എങ്കിൽ നമുക്കൊരു ഡയമണ്ട് തന്നെ എടുത്തു കളയാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. ഇടത്തെ കയ്യിലെ മോതിര വിരലില് ഞാൻ വെഡിങ് റിംഗ് ആണ് സ്ഥിരമായിട്ട് ഇടാറുള്ളത്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള മിഡിൽ ഫിംഗറിൽ ഇടാനായിട്ട് ഒരു മോതിരം നോക്കിയിട്ട് ഒരെണ്ണം പോലും എനിക്ക് അളവാവുന്നില്ലേ. അല്ല, ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടാണ് വണ്ണം വെക്കാറുള്ളതെന്നാണ് എല്ലാരും പറയാറ്, അതുകൊണ്ടായിരിക്കും. മിഡിൽ ഫിംഗറിൽ മോതിരം ഒന്നും പരുവാവുന്നില്ലെന്ന് കരുതി ഞാൻ തോറ്റ് പിന്മാറാൻ തയ്യാറായില്ല കേട്ടോ. കിണ്ണിവിരൽ ഇടാനായിട്ട് ഒരു കുഞ്ഞു മോതിരം സെർച്ച് ചെയ്യലായിരുന്നു പിന്നെ ഞങ്ങളുടെ പരിപാടി. എന്തായാലും ദൗത്യം വിജയകരമാവുമെന്ന് തന്നെ തോന്നി. കാരണം ആ ഒരു കിണ്ണിവിരൽ ഇടാൻ പറ്റിയ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മോതിരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കല്ലേലും ഒരുപാട് പവനുള്ള മോതിരത്തെക്കാളും എനിക്ക് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഐറ്റംസ് ആണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാനും എൻ്റെ കെട്ടിയനോടെ തെരഞ്ഞു പിടിച്ചതായി ഈ 3 സെലക്ട് ചെയ്ത് വെച്ച് കേട്ടോ. അതിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആ താഴെ ഇരിക്കുന്ന റിംഗാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത റിംഗ് ബില്ലൊക്കെ ചെയ്ത് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയായി. ഇനി കിരീടധാരണം പോലെ മോതിരം മാറുന്ന ചടങ്ങാണ് കേട്ടോ. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഏട്ടൻ എനിക്ക് പുതിയ മോതിരം കയ്യിലോട്ട് ഇട്ട് തന്നു. അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. തൊട്ടടുത്തെന്റെ അജിത്തെന്ന് എഴുതിയ വെഡിങ് റിംഗ് കൊണ്ടേ. അങ്ങനെ തന്റെ മോതിരം ഇങ്ങനെ നോക്കി നോക്കി വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഇനി പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, വലിയ രീതിയിൽ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിച്ചിട്ടില്ല, ചെറിയതായ ഒരു കുഞ്ഞു പർച്ചേസും അതുപോലെ ഒരു ഫുഡ് അടിയും അതേ ഉള്ളു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുണ്ടറ മുക്കടയുള്ള പെപ്പർ പോട്ടിലേക്കാണ് ഫുഡ് കഴിക്കാൻ വന്നേ. ഇൻസ്റ്റയിൽ ഒരു വീഡിയോയിൽ ഇവിടുത്തെ തവ അൽഫാമും അതുപോലെ